ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം. ധ്രുവിക്രം അഭിനയിക്കുന്ന മാരി സെൽവരാജ് എടുക്കുന്നതോടാണ് പൈസ എന്ന് പറഞ്ഞിട്ടുള്ളത്. അവിടത്തിൻ്റെ ഒരു അപ്ഡേറ്റ് ഇന്ന് 6 മണിക്ക് വരുന്നുണ്ട്. എന്താണെന്നുള്ള അറിയില്ല, കണ്ടോക്കാം. പിന്നെ ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറഞ്ഞ അവിടത്തിന് നല്ല അഭിപ്രായമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കാനഡയിലത്തെ തിയേറ്റർ ലിസ്റ്റ് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ തണ്ടർ ബോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന് നല്ല അഭിപ്രായമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കുറേ കാലത്തിന് ശേഷമാണ് മാർവലിൻ്റെ ഒരു പടത്തിന് നല്ല അഭിപ്രായം കിട്ടുന്നത്. പിന്നെ ഈസ് എന്ന് പറഞ്ഞിട്ടുള്ള വിജയ് സേതുപതിയുടെ പടം GCCയിൽ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് ട്രിപ്പിൾ M എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്ഷൻ കമ്പനി നല്ല അറിയിച്ചിട്ടുണ്ട്. പിന്നെ സർക്കിറ്റ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്ത് 6 days to go പോസ്റ്റ് വന്നു. പിന്നെ നരിവേട്ട എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്ത് ഒരു പുതിയ പോസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഡിറ്റക്റ്റീവ് ഉജ്ജലൻ എന്ന് പറഞ്ഞ പടത്തിന്റെ കോമിക്സ് പുറത്തിറങ്ങിയിരുന്നു. അപ്പോൾ അതിൽ ലക്കം 2 ഒന്നാമത്തെ ഭാഗം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഫോട്ടോസ് അങ്ങനെ സ്ക്രീനിൽ കാണിച്ചു പോകാം. അതേമാതിരി ലക്കം 2 രണ്ടാമത്തെ ഭാഗം വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫോട്ടോസ് അങ്ങനെ സ്ക്രീനിൽ കാണിച്ചു പോകുന്നുണ്ട്. പിന്നെ അതേമാതിരി ലക്കം 3 ഒന്നാമത്തെ ഭാഗം വന്നിട്ടുണ്ട്. ഇതിന്റെ രണ്ടാമത്തെ ഭാഗം കൂടി വരാണ്ട്. രണ്ടാമത്തെ ഭാഗം വന്നു കഴിഞ്ഞാൽ ഈ പടത്തിന്റെ കോമിക്സ് അതോടുകൂടി കഴിഞ്ഞ്. എന്തായാലും ലക്കം 3 ഒന്നാം ഭാഗം ഇങ്ങനെ കാണിച്ചു പോകുന്നുണ്ട് ഫോട്ടോസൊക്കെ. പിന്നെ വിജയ് സേതുപതിയുടെ 52ാമത്തെ പടത്തിന്റെ ഓഡിയോ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് തിങ്ക് മ്യൂസിക് എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. ഇതിൽ സന്തോഷ് നാരായണനാണ് മ്യൂസിക് ചെയ്യുന്നത്. ഇതിന്റെ ടൈറ്റിൽ ടീസർ ഇന്ന് 6 മണിക്ക് എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ മനിദർഗൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടത്തിന്റെ പോസ്റ്റർ കണ്ടിട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. നല്ല ക്വാളിറ്റി പോസ്റ്റർ ആയിട്ടാണ് തോന്നിയത്. പിന്നെ ജിന്നി എന്ന് പറഞ്ഞിട്ടുള്ള പടം മെയ് 30 റിലീസാകുമെന്ന് അറിയിച്ചു. പിന്നെ ബൂട്ട്നി എന്ന് പറഞ്ഞ പടം പുറത്തിറങ്ങിയത് ഫസ്റ്റ് സീസൺ 1.40 കോടിയാണ് പടത്തിനാകെ നേടാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ വെപ്പൺസ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു പുതിയ പോസ്റ്റർ കണ്ടിട്ടുണ്ട്. ഓഗസ്റ്റ് 8 പടം റിലീസാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ദശമുദ്രി എന്ന് പറഞ്ഞിട്ടുള്ള പടം മെയ് 10 റിലീസ് ആവുന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട്. അല്ലർജന്റെ പടമാണ്. എന്തായാലും അതിന്റെ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ഡോൾബി പോസ്റ്റർ കണ്ടിട്ടുണ്ട്. ജൂൺ 13 പടം റിലീസാകാൻ പോകുന്നത്. പിന്നെ നൗ യു സീ മീ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ അടുത്ത പാർട്ട് വരാൻ പോവാണ്. നൗ യു സീ മീ നൗ യു ഡോൺ എന്നുള്ള രീതിയിലാണ് പേര് കൊടുത്തിട്ടുള്ളത്. പിന്നെ അവതാറിന്റെ 3ാം ഭാഗമായിട്ടുള്ള അവതാർ ഫയർ ആൻഡ് ആഷ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് നിന്ന് ജോ സാൽഡാനയുടെ എന്ന് വെച്ചാൽ നെയ്ത്രി എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറിന്റെ ഫസ്റ്റ് ലുക്ക് വന്നിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ കിങ്ഡം എന്ന് പറഞ്ഞിട്ടുള്ള വിജയ് ദേവരകൊണ്ടയുടെ 12ാമത്തെ പടം അവിടത്തെ ഹൃദയം ലോക്കൽ എന്നായിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു നല്ല പാട്ടായിട്ട് തന്നെയാണ് തോന്നിയത്. എന്തായാലും കഥയുണ്ടെങ്കിൽ കേട്ട് നോക്കുക. പിന്നെ ചാവ എന്ന് പറഞ്ഞിട്ടുള്ള പടം പുറത്തിറങ്ങിയിരുന്നു. വിക്കി കൗശൽ മെയിൻ കഥാപാത്രം എത്തിയവിടാണ്. രശ്മികാന്തനായിരുന്നു നായിക എത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും പടത്തിന് നല്ല അഭിപ്രായം തന്നെയായിരുന്നു. എന്തായാലും ലാസ്റ്റ് ഇതിന്റെ കളക്ഷൻ അവർ ഒഫീഷ്യലായി പുറത്തിട്ട് 600.1 കോടിയായിട്ടാണ്. കഴിഞ്ഞ മാസം ഒരു 21 24 ആയിട്ടുള്ള റിപ്പോർട്ടാണ് ഇതിലിപ്പോൾ കാണിക്കുന്നത് മാത്രം. പിന്നെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള ദിലീപിന്റെ റിലീസാകും പടം മെയ് 9 പാട്ട് റിലീസാകുന്നത്. അപ്പോൾ അതിന്റെ ടീസർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ദ വേൾഡ് ഓഫ് പ്രിൻസ് എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന് ടീസർ രസമായിട്ടാണ് തോന്നിയത്. പടം നന്നാവുന്ന തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ മോഹൻലാലിന്റെ തുടരും എന്ന് പറഞ്ഞ പടം കേരളത്തിൽ നിന്ന് 7ാമത്തെ ദിവസം 6.80 കോടിയാണ് നേടിയിട്ടുള്ളത്. അങ്ങനെ 7 ദിവസം കൊണ്ട് 46.75 കോടിയാണ് കേരളത്തിൽ നിന്ന് നേടാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ 118.65 കോടിയാണ് 7 ദിവസം കൊണ്ട് നേടാൻ സാധിച്ചിട്ടുള്ളത്. അതിലിപ്പോൾ ഞാൻ പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് 46.75 കോടിയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 11.7 കോടിയും ഓവർസീസിൽ നിന്ന് 60.2 കോടിയാണ് കിട്ടിയിട്ടുള്ളത്. ഓവർസീസിൽ 7 മില്യൺ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഗംഭീര കളക്ഷൻ തന്നെയാണ്. പിന്നെ ഇതിന് മുന്നേ ഞാൻ കാണിച്ചിരുന്ന എമ്പുരാന്റെ തുടരും എന്ന് പറഞ്ഞ പടത്തിന്റെ സക്സസ് സെലിബ്രേഷൻ ആയിരുന്നു. പിന്നെ ഹിറ്റ്ലർ തേർഡ് കേസ് എന്ന് പറഞ്ഞിട്ടുള്ള പടം പുറത്തിറങ്ങിയിരുന്നു. അത് കേരളത്തിൽ നിന്ന് ആകെ കൂടിയിട്ട് ഫസ്റ്റ് ഡേയിൽ 20 ലക്ഷമാണ് നേടാൻ സാധിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ വലിയ റിലീസ് ഉണ്ടായിരുന്നില്ല. പിന്നെ റെട്രോക്ക് സ്ക്രീൻ കൂടുതലായിരുന്നു, അതിനായിരുന്നു ഹൈപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലും തുടരുന്ന പടത്തിലും ഈ പടം മുങ്ങിപ്പോയതാണ്. എന്തായാലും ചിലപ്പോൾ ഇനി കൂടി വരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. എന്തായാലും ഈ പടത്തിന് ഫസ്റ്റ് ഡേയിൽ 41 കോടിയാണ് വേൾഡ് വൈഡ് ആയി കിട്ടിയിട്ടുള്ള ഒരു രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട്. അതിന്റെ കാര്യമൊന്നും കറക്റ്റായിട്ട് കിട്ടിയിരുന്നില്ല. പിന്നെ റെട്രോ എന്ന് പറഞ്ഞ പടം കേരളത്തിൽ നിന്ന് 2.51 കോടിയാണ് ഫസ്റ്റ് ഡേയിൽ കേരളത്തിൽ നിന്ന് നേടിയിട്ടുള്ളത്. പിന്നെ തമിഴ്നാട്ടിൽ മാത്രം 17.75 കോടിയാണ് ഫസ്റ്റ് ഡേയിൽ നേടിയിട്ടുള്ളത്. മൊത്തത്തിൽ ഫസ്റ്റ് ഡേയിൽ 46 കോടി നേടിയെന്നുള്ള അറിയിച്ചുകൊണ്ട് ഒരു ഒഫീഷ്യൽ പോസ്റ്റ് വന്നിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ MMN മമ്മൂട്ടി മോഹൻലാൽ മഹേഷ് നാരായണൻ പടം. ആ പടത്തിന്റെ മമ്മൂട്ടിയുടെ ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മമ്മൂട്ടി ആനന്ദക്കർഷി എന്ന് പറഞ്ഞ ആളുടെ പടത്തിലായിരിക്കും ജോയിൻ ചെയ്യാന്നുള്ള കേൾക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ആട്ടം എന്ന് പറഞ്ഞ പടം എടുത്ത ഡയറക്ടറിന്റെ പടത്തിൽ ആ പടത്തിന്റെ ഷൂട്ട് ഏകദേശം 40 ദിവസം ഉണ്ടാവുക എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും അത് കഴിഞ്ഞിട്ടായിരിക്കും നിതീഷ് സഹദേവിന്റെ പടത്തിൽ ജോയിൻ ചെയ്യുക. എന്തായാലും വരട്ടെ, ഗംഭീരമാവട്ടെ. പിന്നെ I Am Game എന്ന് പറഞ്ഞിട്ടുള്ള ദുൽഖർ സൽമാന്റെ പടം അവിടത്തിന്റെ കാസ്റ്റ് റിവീലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം കാസ്റ്റ് റിവീലിംഗ് ചെയ്ത് ആന്റണി വർഗീസ് പെപ്പേനാണ്. രണ്ടാമത്തായിട്ട് മിസ്കിനെ ഓൺബോർഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒഫീഷ്യൽ പോസ്റ്റർ വന്ന് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. എന്തായാലും ഇന്ന് അടുത്ത ക്യാരക്ടർ പോസ്റ്റ് വരും വിചാരിക്കാം. എന്തായാലും ഇന്ന് ഷൂട്ട് തുടങ്ങും എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനി ഷൂട്ടിങ്ങിന്റെ കുറച്ച് സ്റ്റിൽസ് ആയിരിക്കും കിട്ടുക എന്നുള്ള അറിയില്ല. എന്തായാലും പടത്തിന് പൂജ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ക്ലാപ്പ് ബോർഡിന്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. പിന്നെ പൂജക്ക് ആന്റണി വർഗീസ് പെപ്പൻ സിദ്ധാർത്ഥും മിസ്കിനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഫോട്ടോസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.